വിശേഷം? ഇന്ന് നമ്മൾ മേമ കോയമ്പത്തൂർ പോവാണ് കേട്ടോ. ആൾ B.Ed ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ എക്സാം ഇന്നലെ തൊട്ടാണ്, മൺഡേ തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് ആൾ പോവുകയാണ്. അപ്പോൾ ഇന്ന് പോകുന്നൊരു വീഡിയോ ആണ്. നല്ല രസമായിരുന്നു കേട്ടോ. ആളിപ്പം പേരുവിളി സമയത്താണ്, പേരുവിളി ശനിയാഴ്ചയായിരുന്നു, വെള്ളിയാഴ്ചയാണ് അനിയത്തിയും അമ്മയും കൂടെ വന്നത്. അപ്പോൾ ഈ ഒരു 1 വീക്ക് എല്ലാവരും ഉണ്ടായിരുന്നു വീട്ടിൽ കേട്ടോ. നല്ല രസമായിരുന്നു. അയ്യോ എന്തായിരുന്നു ബഹളം. ഇന്നലെയൊക്കെ രാത്രി എപ്പോഴാണ് ഉറങ്ങിയെന്നൊരു ഐഡിയ ഇല്ല കേട്ടോ. ഒരു 12 മണിക്ക് എങ്ങാണ്ട് ഞാൻ കണ്ണൻ പാൽ കുടിക്കാനായിട്ട് എണീറ്റപ്പം TV ഒക്കെ ഓണായിട്ടിരിക്കുക. അനിയത്തി പഠിച്ചുകൊണ്ടിരിക്കുന്നു, ഇവരൊക്കെ എന്തൊക്കെയൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നു, ജിമ്പൊക്കെ TV കണ്ടുകൊണ്ടിരിക്കുന്നു. എന്തൊക്കെയായിരുന്നു എന്നറിയോ. നല്ല ബഹളമായിരുന്നു. നല്ല രസമായിരുന്നു കേട്ടോ. ആക്ച്വലി ഫുഡ് കൊടുക്കൽ, അത് കഴിഞ്ഞ് കുളിപ്പിക്കൽ, ഓരോ ബാച്ചായിട്ടാണ് കുളിപ്പിക്കും. അനിയത്തി 2 കുഞ്ഞുണ്ണികളെ കുളിപ്പിക്കും, ഞാനിവർ 3 പേരെയും കുളിപ്പിക്കും. അടിപൊളിയായിരുന്നു കേട്ടോ, രസമായിരുന്നു. ഞങ്ങൾ എൻ്റെ വീട്ടിൽ വെച്ചിട്ടായിരുന്നു ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ്. കാരണം 4-5 പേരായിട്ട് ആദ്യമായിട്ട് നമ്മളെ വീട്ടിൽ, ഇവിടെ ചെമ്മാപ്പള്ളി വീട്ടിൽ ആദ്യമായിട്ടാണ് നിൽക്കുന്നത് 5 പേരായിട്ട്. നമ്മൾ ചെത്തല്ലൂർ വീട്ടിലാണ് ഇത്രയും തിരക്ക് ഞാൻ ഇതുവരെ കണ്ടത്. അപ്പോൾ ഹൗസ്ഫുള്ളായിരുന്ന റൂം ഇന്നിപ്പോൾ എല്ലാം എംപ്റ്റി ആവാൻ പോവുകയാണ്. കാരണം കട്ടിലും ബെഡിലും താഴെ ബെഡിലൊക്കെ കിടന്നാലാണ് നമുക്ക് എല്ലാവരും സെറ്റായി കിടക്കാൻ പറ്റുള്ളൂ. അപ്പം അനിയത്തി വന്നപ്പോൾ ഞാനിതൊക്കെ താഴത്തേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ അത് ബെഡൊക്കെ മേലേക്ക് കയറും. ഇനിയിപ്പോൾ ആരെങ്കിലുമൊക്കെ വരുമ്പോഴാണ് അത് താഴത്തേക്ക് എടുത്ത് വെക്കുള്ളൂ. ഇത് ഫോൾഡ് ചെയ്യുന്ന ബെഡായതുകൊണ്ട് നമുക്ക് നല്ല സുഖമാട്ടോ. എടുത്ത് എന്താ പറയുക, ഉപയോഗിക്കാനും തിരിച്ച് വെക്കാനും ഒക്കെ ഈസിയാണ് കേട്ടോ. ഇത് വിടിച്ചേട്ടൻ എവിടുന്നാണ് വാങ്ങിച്ചതെന്നറിയില്ല. പണ്ടെപ്പോഴും ഒത്തിരി ആയിട്ടത് വാങ്ങിച്ചിട്ട്. അപ്പം ഇങ്ങനെയാണ് വാങ്ങിച്ചത്. പക്ഷേ അമ്മ ഒരു തുണിയൊക്കെ ഇട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് ഒരു കവറൊക്കെ അടിച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പം നമ്മൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ നമ്മൾ ഈ കവർ എടുത്തങ്ങ് വാഷ് ചെയ്യും. എന്നിട്ട് ബെഡ് ജസ്റ്റ് വെയിലത്തിട്ട് ഉണക്കും. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ രാവിലെ തന്നെ നല്ല തിരക്കിലാണ്. രാവിലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് നൂൽപുട്ട്, ചിക്കൻ കറി, പുട്ട്, അങ്ങനെയാണ് നമ്മളത്തെ രാവിലത്തെ മെനു. അപ്പോൾ കുറച്ച് നൂൽപുട്ടും പിന്നെ ചിക്കൻ കറിയും കൂടെ മാമിക്ക് കൊടുത്തുവിടാമെന്ന് വിചാരിക്കുന്നുണ്ട്. കാരണം ഓൺ ദ വേയിൽ കഴിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട്. അപ്പോൾ മാമിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം ടൂറ് പോകുന്ന രീതിയിലാണ് അവർ പോകുന്നത്. കുറേ പാക്കിംഗ് ഒന്നും അനിയത്തിയുടെ കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഇന്നലെയാണ് കുറച്ച് ഷോപ്പിങ്ങിന്, കാരണം കുറച്ചധികം ദിവസം അവിടെ നിൽക്കണം എക്സാമിന് വേണ്ടിയിട്ട്. അപ്പോൾ മക്കളെല്ലാവരും കൂടെ പോകുമല്ലോ. അപ്പോൾ കുറച്ചധികം സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് ആൾ നല്ല തൃപ്രയാർ പോയിട്ടുണ്ടായിരുന്നു. നല്ല ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഒത്തിരി ലേറ്റായിട്ട് ആൾ തിരിച്ചെത്തിയപ്പോഴേക്ക്. അപ്പം പാക്കിങ് ഫുള്ളൊന്നും കഴിഞ്ഞിട്ടില്ല. പിന്നെ രാത്രിയൊക്കെ ഫുള്ള് പടുത്തായിരുന്നു. അപ്പോൾ രാവിലെയാണ് പിന്നെയും പാക്കിങ്ങിനൊക്കെ ആൾ നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മളിവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പുളിയഞ്ചി, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കി കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി കുറച്ചൊരു വ്ളോഗിങ് കാണിച്ചു തരാം കേട്ടോ. ഇങ്ങനെ ഒരു കുഞ്ഞു വ്ളോഗിങ് അപ്പോസിൻ്റെ മാറുന്നത് കേട്ടോ. ഇതാണ് അമ്മമ്മ, ഇതാണ് മാമി, ഇതാണ് അച്ഛ. നമ്മളിപ്പോൾ ഷൂട്ട് ചെയ്തിട്ട് മക്കളിപ്പോൾ വ്ളോഗിങ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ വാമി ചിഞ്ചൊക്കെ പറയാറുണ്ട്. വാമി ഇടയ്ക്ക് പറയാറുണ്ട് ഗൈസ്, ഇതെൻ്റെ അമ്മ ചിഞ്ചുവാണ് ഗൈസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു വ്ളോഗിങ് എടുക്കുന്ന പോലെ. അപ്പു ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇങ്ങനെ പറയുന്നത് ഞാൻ കേൾക്കുന്നത്. വാമി പറയുന്നിങ്ങനെ പറയാറുണ്ടെന്ന് അനിയത്തി പറയാറുണ്ട്. അപ്പോൾ ഞാൻ ജിംബുവിനോട് ഞാൻ പറയാറുണ്ട്, കുറച്ചൊക്കെ വലുതായി കഴിഞ്ഞൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിക്കോളൂ. നല്ല രസമല്ലേ, നമുക്ക് ഇങ്ങനെ ക്യാമറയിൽ പകർത്താൻ ഇഷ്ടമാണ്. അപ്പോൾ അത് റെക്കോർഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് അപ്ലോഡ് ചെയ്യുക എന്നുള്ള കാര്യം. വലിയ പരിപാടികളൊന്നും ഇല്ല. എനിക്ക് ശരിക്കും ഈ ഒരു വ്ളോഗ് എന്ന് പറയുകയാണെങ്കിൽ, ഞാൻ ആദ്യം വിളിച്ചേട്ടൻ്റെ ഫ്രണ്ട് ഉണ്ട് ശരത് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ വർക്ക് ചെയ്തിരുന്ന സമയത്ത് ഞങ്ങളൊരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ട്രിപ്പ് കഴിഞ്ഞിട്ട് ഞാൻ ശരത്തിനോട് പറഞ്ഞു, ശരത്ത് എൻ്റെ വീഡിയോ ഒന്ന് എഡിറ്റ് ചെയ്ത് തരും, എനിക്ക് അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ ആ ചെയ്തതൊക്കെ പറഞ്ഞു. പിന്നെ ഞാൻ വിചാരിച്ചു, ഈശ്വര, ഇപ്പോഴും ഞാൻ വിചാരിക്കുന്നത്, ഈശ്വര അവനെക്കൊണ്ട് എങ്ങനെ കഴിയും എൻ്റെ വീഡിയോ എഡിറ്റ് ചെയ്യാനായിട്ട്. കാരണം വോയിസ് ഓവറും കാര്യങ്ങളൊന്നും കൊടുക്കാൻ പറ്റില്ലല്ലോ. ജസ്റ്റ് വീഡിയോ എടുത്ത് ഒരു സോങ് ഇട്ട് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ മറ്റേ എഡിറ്റിങ് നമുക്ക് മാത്രമല്ലേ പറ്റുള്ളൂ. പക്ഷെ അന്നൊക്കെ ഞാൻ ഈ എഡിറ്റിംഗ് എന്ന് പറയുന്നത് ഭയങ്കര സംഭവമാണെന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷേ ഭയങ്കര ഈസിയാണ്. അല്ല, അങ്ങനെ വലിയ ഈസി എന്ന് പറയാൻ പറ്റില്ല. ഇതിപ്പോൾ ജസ്റ്റ് വോയിസ് ഓവറും അതുപോലെ ഇടയ്ക്കൊരു സോങ്ങുകളും പിന്നെ ജസ്റ്റ് ആ വീടിൻ്റെ കുറച്ച് കട്ട് ചെയ്യൽ, അങ്ങനെ കുറേ സംഭവങ്ങൾ, അതൊക്കെ ഭയങ്കര ഈസിയാണ് കേട്ടോ. ഞാൻ പണ്ട് വിനിച്ചേട്ടനൊക്കെ ചെയ്യുമ്പോൾ ഞാൻ ചെയ്യുന്നത്, ഈശ്വര എന്തൊരു ബുദ്ധിമുട്ടാണ് ഈ സംഭവം ചെയ്യാൻ, എനിക്കൊന്നും ഒരിക്കലും ലൈഫിൽ ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിക്കുന്ന സംഭവമാണ് എഡിറ്റിങ് കേട്ടോ. പക്ഷേ അത്ര വലിയ സംഭവങ്ങളായിട്ടും ചെയ്യുന്നില്ല. എങ്കിലും എന്താ പറയുക, ഇങ്ങനെ വോയിസ് ഓവറും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല കേട്ടോ. അനിയത്തി ഒരു യൂട്യൂബ് ചാനൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അനിയത്തിക്ക് ഇപ്പോഴും ഭയങ്കര ഒരു ചമ്മലാണ് സംസാരിക്കാനൊക്കെ ആയിട്ട്. അപ്പം ഞാൻ പറയാറുണ്ട്, എനിക്കിതുപോലെ ചമ്മലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ സംസാരിക്കാനൊന്നും പറ്റുണ്ടായിരുന്നില്ല. അപ്പോൾ
അതൊരു 2-3 പ്രാവശ്യം ഇങ്ങനെ ചെയ്തിട്ടാണ് നമുക്കത് ശീലമാവുള്ളൂ കേട്ടോ. പക്ഷേ ഇപ്പോഴും കുറച്ച് ചമ്മലൊക്കെ എനിക്കുണ്ട്, പക്ഷേ എന്നാലും കുഴപ്പമില്ല കേട്ടോ. അതിങ്ങനെ യൂസ്ഡ് ആയിട്ട് വന്നോളൂ എന്ന് വിചാരിക്കുന്നു. ഇതുപോലെ ഇപ്പോൾ സംസാരിക്കാനായിട്ട് എനിക്ക് പണ്ടൊന്നും അറിയണ്ടായിരുന്നില്ല, പക്ഷേ സംസാരിക്കാൻ അറിയുന്നവർക്കൊരു രസമായിട്ട് എനിക്ക്. പക്ഷെ അങ്ങനെ സംസാരിക്കാൻ ബോറില്ല, സംസാരിക്കാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയില്ല. എന്തായാലും അത് വീട്ടേക്ക്. അപ്പോൾ അങ്ങനെ ദേ ചിഞ്ചുവിൻ്റെ അമ്മയ്ക്ക് എത്തിയിട്ടുണ്ട്. ചിഞ്ചുവിൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയാണ് കേട്ടോ, അച്ചുവിൻ്റെ അമ്മയാണ്. അപ്പോൾ അമ്മയും പിന്നെ അവിടുത്തെ ഒരു വലിയച്ഛൻ്റെ മോളും പിന്നെ വലിയച്ഛൻ്റെ മോനാണ് അവിടെ കൊണ്ടുവിടുന്നത് കേട്ടോ. അപ്പോൾ അവരെത്തിക്കഴിഞ്ഞിട്ട് പിന്നെ വേഗം ഫുഡൊക്കെ കഴിച്ചിട്ട് വേഗം ഇറങ്ങി കേട്ടോ. ഇനി ഞാൻ വോയിസ് ഓവർ ലാസ്റ്റൊക്കെ ആകുമ്പോൾ ചെയ്യാം. ഇനി കുറച്ച് അവർ സംസാരിക്കുന്നതും ഫുഡ് കഴിക്കുന്നതും പിന്നെ മക്കളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കുന്നതും അങ്ങനെ കുറേ കുഞ്ഞു ക്ലിപ്പുകളുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. ഇനി കണ്ടു നോക്കൂ. ഓക്കെ. ഞാൻ സാന്ത ഞാൻ തരാം, നീ വെച്ചോ. ചായ കുടിക്കാൻ പോണ അച്ഛടെ കൂടെ. ചിഞ്ചിന്റെ ഡ്രസ്സോ ഉണ്ടോ? നല്ല മഴയാ മറ്റേ ഇവിടെ അങ്ങനെ ആരും വാങ്ങലില്ലല്ലോ, അതുകൊണ്ട് ഓല് വരുത്തുന്നില്ല. അതാ ഞാൻ പറഞ്ഞേ, ഇത് അധികാരം വാങ്ങിക്കുന്നില്ല. ചിഞ്ചു തിരി കഴിച്ചോ? ചിഞ്ചു കുറച്ച് കഴിച്ചു. പോയ കുടിക്കാതെ ഞാൻ താഴാക്കലില്ല. ചേച്ചി മുന്നിലിരിക്കുന്നോ? സീറ്റ് എടുത്ത് കയ്യിലിട്ടേരോ? ഓണത്തിന് കോഴിക്കോടേക്ക് 10 ദിവസം ഇനി വരുന്നോ? അത് പൊടിഞ്ഞോ? മാറ്റണ്ടല്ലേ ഇങ്ങനത്തെ എക്സാം എഴുതാൻ പോവാണ്. ഞാൻ താഴാക്കലില്ല. ചേച്ചി മുന്നിലിരിക്കുന്നോ? സീറ്റ് എടുത്ത് കയ്യിലിട്ടേരോ? ഓണത്തിന് കോഴിക്കോടേക്ക്
ഇവിടെ എക്സാം ഒന്ന് പേര് ഏറ്റിവിടാൻ പറഞ്ഞേ. 10 ദിവസം ഇത് വരുന്നോ